ശരിക്കും ഈ പറഞ്ഞ മടിയും ഡിപ്രഷനും ഒക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഒരു കണക്ഷനും ഇല്ല. മടി തന്നെയാ. അതായത് ഡിപ്പെൻഡൻസിയും ഇൻഡിപെൻഡൻസിയും രണ്ടും രണ്ടാണ്. അറ്റാച്ച്ഡ് ഡിപ്പെൻഡൻസിയാണ് ഇവർ വരുത്തുന്നത്. അത് ഒരു ഡിഫിക്കൾട്ടല്ലേ, ബുദ്ധിമുട്ടല്ലേ? പോകെ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് വിരസതയെ കലർന്ന ഒരു വിരക്തി കലർന്ന ഒരു അവസ്ഥയിലേക്ക് ലൈഫ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ 37 വയസ്സ് കഴിയുമ്പോൾ ഒരു മിഡ് ടൈം ഡിപ്രഷന് സാധ്യതയുണ്ട്. മിഡ് ഏജ് ഡിപ്രഷൻ വരും, അതിന് സാധ്യതയുണ്ട്. സ്ത്രീകളിൽ 40+. നോ പറയാൻ പഠിക്കും. എവിടെ നിങ്ങൾ നോ പറയുന്നു അവിടെ നിങ്ങൾ വിജയിക്കാൻ തുടങ്ങുമെന്നേ ഞാൻ പറയും. എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോ എന്ന് വെച്ച് എല്ലാ വേണ്ടുന്ന കാര്യങ്ങൾക്ക് നോ പറയുക എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ എന്ത് കാര്യത്തെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ, അല്ലെങ്കിൽ ആ ജോലി കിട്ടി എനിക്ക് പോകാൻ താല്പര്യമില്ല, ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാണ് ഇഷ്ടമല്ല എന്നുള്ളതിനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ചില മനുഷ്യരിൽ ഒന്നും ചെയ്യാൻ മോട്ടിവേഷൻ ഇല്ലാത്ത ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഇങ്ങനെ റീലുകളിൽ നിറഞ്ഞൊരു കാര്യമാണ് അത് മടിയല്ല ഡിപ്രഷനാണ് എന്നൊരു സംഭവം. ശരിക്കും ഈ പറഞ്ഞ മടിയും ഡിപ്രഷനും ഒക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഒരു കണക്ഷനും ഇല്ല. മടി തന്നെയാ. അണ്ടർലൈൻ ചെയ്ത് പറയാം, മടി തന്നെയാ. നമ്മള് മടിയുള്ളവരെ നോക്കിയാൽ മനസ്സിലാക്കും, ഓവർ പാമ്പേർഡ് ആയ ആളുകളായിരിക്കും അവര്. അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ ഒരു സെക്കൻഡ് ഹാൻഡ് വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, അമ്മയായിട്ടോ സഹോദരിയായിട്ടോ ഒക്കെ. അവരെല്ലാം ഏൽപ്പിക്കുക എന്ന് പറയില്ലേ, അവർക്ക് അറ്റാച്ച്മെന്റ് കൂടുതലായിരിക്കും. അതായത് ഡിപ്പെൻഡൻസിയും ഇൻഡിപെൻഡൻസിയും രണ്ടും രണ്ടാണ്. അറ്റാച്ച്ഡ് ഡിപ്പെൻഡൻസിയാണ് ഇവർ വരുത്തുന്നത്, ഇവരുടെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക എന്നുള്ളതിൽ. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ഒരു വ്യക്തിയെ എടുത്തു നോക്കിയാൽ പേഴ്സണലി നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം മറ്റൊരാളും ചെയ്തു തരാനില്ല, നമ്മൾ ചെയ്യില്ലേ? ചെയ്യും. അവിടെ മടി എവിടെ പോയി? എന്തുകൊണ്ട് അവിടെ മടി സംഭവിച്ചില്ല? യെസ്. അതായത് വെറുതെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് മൊബൈലിൽ ഇരിക്കുന്നു, അതിൻ്റെ ചാർജ് തീർന്നു പോയി. നിങ്ങളത് ചാർജ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ അത്, ചാർജ് ചെയ്യാനായിട്ട് വീട്ടിൽ കറണ്ടും ഇല്ല എന്നിരിക്കുക. നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഫോൺ വണ്ടിയിലൊക്കെ കുത്തി അതിനെ ചാർജ് ചെയ്യാനല്ല, ഫ്രണ്ടിൻ്റെ വീട്ടിൽ വിളിക്കും, ഫോണിൻ്റെ ചാർജ് തീർന്നു. അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തും, അതിനെ രണ്ടാമത് റീകണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അവിടെ നിങ്ങൾ ആരുടെയും പാമ്പറിങ് സിറ്റുവേഷൻസോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഒരു ഡിപ്പെൻഡൻസിയോ ഒന്നും നിങ്ങൾ തേടില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ മുടക്കം വന്നു, അതിനെ നിങ്ങൾക്ക് രണ്ടാമത് കണക്ട് ചെയ്യണം, റീജോയിനിങ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് മടി വരില്ല. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്ത് തന്നാൽ ഓക്കെ വെക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് മടി വരും. പിന്നെ വെറുതെ ഐഡിയൽ ആയിട്ടിരുന്നാലും ഈ പറയുന്ന സംഭവം വർക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന കാര്യത്തെ അല്ലാതെ ഇഷ്ടപ്പെടാത്ത കാര്യത്തെയും വീണ്ടും 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 ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് തയ്യാറാക്കുക. അത് നിങ്ങളുടെ ആവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങളുടെ ലൈഫിൽ വേണ്ടുന്ന കാര്യമാണ് എന്നുള്ളതിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ വളർത്തിയെടുക്കുക. മടി മാറ്റണമെന്നുള്ളത്, നിങ്ങൾക്ക് മടി ഉണ്ടെന്നുള്ളത് ആദ്യം ഒന്ന് അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതായിരിക്കും പറയാനുള്ളത്. സ്വയം ഇത് മടിയാണ്. യെസ്, ദിസ് അങ്ങനെയാണ്. ലേസിനെസ് ആണ്, ലേസിനെസ് ഉണ്ട്, അഡ്മിറ്റ് ചെയ്യൂ. എനിക്ക് മടിയില്ല, എനിക്കത് ഇഷ്ടമല്ല പറയുന്ന പൊതുവായിട്ടുള്ളൊരു വേർഡ് അതാ. എനിക്കത് ഇഷ്ടമില്ലാത്ത കൊണ്ട്, അമ്മ നിർബന്ധിക്കുന്ന കൊണ്ട്, അച്ഛൻ നിർബന്ധിക്കുന്ന കൊണ്ട്, അവരെ നിർബന്ധിക്കുന്ന കൊണ്ട്, എനിക്കത് ഇഷ്ടമില്ലാത്ത. എന്നാൽ അടുത്ത ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അതും ഇഷ്ടമല്ല. പിന്നെ എന്താ ഇഷ്ടമുള്ളത്? കുട്ടികളാണല്ലോ നമ്മൾ ഈ മടിയുടെ ഒരു കാര്യം ധാരാളമായിട്ട് പറയുന്നത്. പിന്നെ ജോലി ചെയ്യുന്ന ചില ആളുകളിലും സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലും മടി കാണാറുണ്ട്. അതുപോലെ ജോലിക്ക് പോകാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ, ഇതുപോലെ മടിയുള്ള ആൾക്കാർ, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ. അവിടെ നമ്മൾ ആദ്യം ആകർഷിക്കുന്ന ഘടകം എന്താ? അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. അവിടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു കാര്യവും കൂടെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ എന്ത് കാര്യത്തെയും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാര്യവും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ, അല്ലെങ്കിൽ ആ ജോലി കിട്ടി എനിക്ക് പോകാൻ താല്പര്യമില്ല, ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാണ് ഇഷ്ടമല്ല എന്നുള്ളതിനെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളതിനാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. ഈ ആകർഷിക്കുന്ന അകൽച്ച നിങ്ങളിൽ മടിയായിട്ടും അലസതയായിട്ടും പല രീതിയിലും അതിനെ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായ ഒരു അന്തരീക്ഷമായിരിക്കില്ല ചിലപ്പോൾ ജോബ് ചെയ്യാൻ പോകുന്നിടത്ത്.
അവിടുത്തെ സുപ്പീരിയർ ഓഫീസേഴ്സ് നിങ്ങളോട് വളരെ ഇതായിട്ട് കൈൻഡായിട്ടായിരിക്കില്ല പെരുമാറുന്നത്. സിറ്റുവേഷൻസ് പലതും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കും. അവിടെ നിങ്ങളുടെ മടിയുടെ എലമെൻറ്റ് കൂടും. ആ സമയം നിങ്ങളതിനെ ഇഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നിടത്ത് പോയിട്ട് എനിക്ക് ഇരുന്ന് ജോബ് ചെയ്യാൻ ഒരു സ്ഥാപനമുണ്ട്, എൻഡ് ഓഫ് ദ മന്ത് എനിക്ക് ഒരു കിട്ടും, എമൗണ്ട് എനിക്ക് കിട്ടും, അതിൽ എൻ്റെതായ കാര്യങ്ങൾ നടത്താം, എൻ്റെ കുടുംബത്തിലുള്ള ആളുകളുടെ കാര്യങ്ങൾ നടത്താം, എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. ഓരോ ദിവസവും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണുള്ളത് നമ്മുടെ ഉള്ളിൽ. ഓരോ ദിവസവും ക്ലാസ്സിൽ പോകുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം നമ്മൾ അതിൽ നിന്ന് എല്ലാം ഡിറ്റാച്ച്ഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, ഡിപ്പെൻഡൻസിയാണ് ഫോളോ ചെയ്യുന്നത്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുക, ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ അല്ല, ഒരു ഐഡിയ പോലെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിപ്പെൻഡൻസി, ഇൻഡിപെൻഡൻസി, 2 ടേബിൾ തയ്യാറാക്കുക. നിങ്ങൾ എന്തെല്ലാം കാര്യത്തിലാണ് ഡിപ്പെൻഡൻ്റ് ആവുന്നത്, എന്തെല്ലാം കാര്യത്തിലാണ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. ഏറിയ പങ്കും ഡിപ്പെൻഡൻ്റ് ആവുന്ന കാര്യത്തിലായിരിക്കും മടിയുള്ളവർ എഴുതുന്നത്. ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനാണെങ്കിൽ കൂടി എല്ലാം എഴുതണം. 24 hours കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവിടെ എഴുതുക. ഏറിയ പങ്കും നിങ്ങളിൽ സംഭവിക്കപ്പെടുന്നത് ഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുന്നതായിരിക്കും. അമ്മേ എന്നുള്ള വിളി, അച്ഛാ എന്ന അച്ഛനെ വിളി കുറവായിരിക്കും. അമ്മേ അമ്മേ ചോറെടുത്തു, അമ്മേ 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 എന്നുള്ള വിളിയായിരിക്കും. അല്ലെങ്കിൽ സിസ്റ്ററെ വിളിക്കും, അല്ലെങ്കിൽ ബ്രദറെ വിളിക്കും, അങ്ങനെയുള്ള കാര്യം. ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ തന്നെ അതിൽ അനലൈസ് ചെയ്ത്, അയ്യോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അത് ഒരു ഡിഫിക്കൾട്ടല്ലേ, ബുദ്ധിമുട്ടല്ലേ. പോകെ പോകെ നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് വിരസതയെ കലർന്ന ഒരു വിരക്തി കലർന്ന ഒരു അവസ്ഥയിലേക്ക് ലൈഫ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ 37 വയസ്സ് കഴിയുമ്പോൾ ഒരു മിഡ് ടൈം ഡിപ്രഷന് സാധ്യതയുണ്ട്. മിഡ് ഏജ് ഡിപ്രഷൻ വരും, അതിന് സാധ്യതയുണ്ട്. സ്ത്രീകളിൽ 40+ മിഡ് ഏജ് ഡിപ്രഷനുണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്കൊക്കെ കടക്കുമ്പോഴേക്കും ജീവിതം നമ്മുടെ കൈവിട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് വരും. ഈ മടി കൊണ്ടെത്തിച്ചെന്ന് നിർത്തുന്നതാ. മടിയാണ് അതിനെ എത്തിക്കുന്നത്. അവിടെ നമ്മൾ പല വിധത്തിലുള്ള അലസതകളും, നമ്മൾ ആ ഇരിക്കുന്ന രാവിലെ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇരിപ്പിടത്തിൻ്റെ ഒരു സ്വസ്ഥതയില്ലായ്മയൊക്കെ നിങ്ങൾ അനുഭവിക്കുക, മനസ്സുകൊണ്ട് അനുഭവിക്കും. ഇതെല്ലാത്തിൽ നിന്നും വിട്ടുമാറി നിങ്ങൾക്ക് ആ സംഭവം നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്ന അവസ്ഥയിലേക്ക്. അപ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, അയ്യോ ഇതില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും, ഇതില്ലാതെ എനിക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഓൺലി ബിക്കോസ് ഓഫ് ദ റീസൺ നിങ്ങളുടെ മടി, ലേസിനെസ് ആണ് നിങ്ങളെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. പകരം അതിനെ നിങ്ങളൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഇത്രയേറെ മെമ്മറീസ് ഒക്കെ ക്യാരി ചെയ്യാൻ കഴിയുന്ന, ഇത്രയേറെ പൊട്ടൻഷ്യലുള്ളൊരു സ്പീഷ്യസ് ആയ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് എന്തെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലേ. നമ്മളെ പോലും അത്ഭുതപ്പെടുത്തുന്ന അനേകം കാര്യങ്ങൾ ഓരോ ബുക്സ് വായിക്കുമ്പോഴും ഓരോ അറിവുകൾ സമ്പാദിക്കുമ്പോഴും ഇതെല്ലാം ഒരു ബ്രെയിനിൽ നിന്ന് ചിന്തകളിലൂടെ കണക്ട് ചെയ്ത് പ്രവൃത്തികളിലൂടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട് വന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ ഉപയോഗിക്കുന്ന, ഏതൊരു വീട്ടിലും ഉപയോഗിക്കുന്ന ഈ വെളിച്ചം, പ്രകാശം അല്ലേ, അതിലെങ്ങനെയാണ്, ബൾബിനകത്ത് എങ്ങനെയാണ് പ്രകാശം ഉണ്ടായത് എന്നുള്ളത്. എത്ര വട്ടം അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് മടി തോന്നിയോ? നമ്മളെന്നും സ്വിച്ച് ഇട്ട് ലൈറ്റ് കത്തിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല, പക്ഷേ നമ്മളത് അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു സംഭാവന, ഒരു പ്രസൻറ്റേഷൻ ഈ മടി മാറ്റി നിർത്തിയാൽ നമുക്കും സംഭവിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. കാരണം അതിനുള്ള കഴിവ് നമുക്കുണ്ട്. പകരം നമ്മൾ ഈ പറയുന്ന ലിസ്റ്റ് ചെയ്യപ്പെട്ട കാര്യത്തിലേക്ക്, ഈ അറ്റാച്ച്മെൻറ്റിലേക്ക് കടന്നുകൊണ്ട് നമ്മൾ ആ ഡിപ്പെൻഡൻസിയിലേക്ക് നീങ്ങുന്നു. അറ്റാച്ച്ഡ് ആണ്, ഇവരോട് ഞാൻ അറ്റാച്ച്ഡ് ആണ്, അവരെനിക്ക് ചെയ്തു തരണം, എനിക്ക് സ്നേഹമാണ്, എൻ്റെ കുട്ടിയാണ്, എനിക്ക് ചെയ്ത് കൂടുതൽ പാമ്പറിങ് ചെയ്യരുത്. അവരെ മടി വളർത്താനാണ്. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഒരു 14-15 വയസ്സ് കുട്ടിക്ക് മടിയാണ്, കുട്ടിക്ക് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യില്ല, ഈ മൊബൈൽ നോക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റപ്പെടുത്തൽ. നിങ്ങളതിനെ ഫസ്റ്റ് തന്നെ നിങ്ങളതിന് വെള്ളവും വളവും കൊടുത്തു. അത് കൊടുക്കരുത്. 5 വയസ്സ് കഴിഞ്ഞാൽ ആഹാരം കഴിച്ച പാത്രം തനിയെ എടുത്ത് വെക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിപ്പിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ആഹാരം കഴിച്ച പാത്രം, കുട്ടിപ്പാത്രം, ഒരു ചെറിയ കുട്ടിപ്പാത്രം എടുക്കാനുള്ള ആരോഗ്യമൊക്കെ ആ കുഞ്ഞിനുണ്ടാവും. ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും അത് കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചാൽ മതി. ഫസ്റ്റ് ജോലി. എന്നിട്ട് അതിന് അപ്രിസിയേഷൻസ് കൊടുക്കുക, അപ്രിഷിയേറ്റ് ചെയ്യുക.
ബ്യൂട്ടിഫുൾ മോൻ എടുത്തു. അപ്പോൾ തുടർന്നും ചെയ്യാനുള്ളൊരു പിറ്റേ ദിവസവും എടുത്തു വയ്ക്കാം. കൂടെ നമ്മളുടെ പാത്രം കൂടി എടുക്കാനുള്ള എടുക്കണ്ട, പക്ഷേ ആ ഒരു ടെൻഡൻസി കുട്ടിയിലേക്ക് വരും. സ്ലോലി 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 ചെറിയ 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 കാര്യങ്ങൾ ഏൽപ്പിക്കുക. പുസ്തകം വായിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന രീതിയിൽ വായിക്കുക, സ്വയം കേൾക്കുന്ന രീതിയിൽ. വായിക്കാൻ വളരെയധികം അലസത മടിയുള്ള കുട്ടികളുണ്ടാവും, പഠിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും, വായിക്കില്ല. അവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ വായിക്കില്ല, സൗണ്ട് എടുത്ത് വായിക്കില്ല, മെർമറായിരിക്കും അവരുടെ സംസാരം, അവർ വായന. അതെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പപ്പ പറഞ്ഞിട്ടുള്ളതാ, സൗണ്ട് എടുത്ത് വായിച്ച് പഠിച്ചാൽ മതി. കാരണം എന്തിനെന്നറിയോ, നമ്മൾ പറയുന്നത് നമ്മൾ തന്നെ കേൾക്കുമ്പോൾ വീണ്ടും റിപ്പീറ്റേഷൻ, ആ ഒരു ഒരു പറയില്ലേ പ്രകമ്പനം, ശബ്ദത്തിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടല്ലോ, ഇത് നമ്മളുടെ ബ്രെയിനിലെ കാന്തിക തരംഗങ്ങളെ കണക്ട് ചെയ്യും. അതുകൊണ്ടാണ് അതൊരു സയൻസാണ്, ഹ്യൂമൻ ബോഡിയിലൊരു സയൻസ് ആണത്. അതുകൂടി ദൃഢമായിട്ട് കേൾക്കും. നമ്മളത് വ്യക്തമായി കേൾക്കുമ്പോൾ ഒരു വേർഡ് നമ്മൾ വായിച്ചു, ഒന്ന് ടങ് ഒന്ന് ശരിയായില്ല, നമുക്കത് ഒരു സ്പ്ലിറ്റായി, ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും തിരുത്തി വായിക്കും. അതെ, തിരുത്തി വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങും. സംസാരം, കമ്മ്യൂണിക്കേഷൻ നന്നാകും, വാക്കുകൾ നന്നാവും. എവിടെയും ഒരു സ്റ്റേജ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് സംസാരിക്കാൻ പേടി ഉണ്ടാവില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട് മടിയെ കണക്ട് ചെയ്ത് നമ്മളിലേക്ക്. അഭിപ്രായം പറയാനുള്ള ബുദ്ധിമുട്ടും മടിയിൽ കണക്റ്റഡ്. നോ പറയാൻ നിങ്ങൾ പഠിക്കും, നോ പറയാൻ പഠിക്കും. എവിടെ നിങ്ങൾ നോ പറയുന്നു അവിടെ നിങ്ങൾ വിജയിക്കാൻ തുടങ്ങുമെന്നേ ഞാൻ പറയുള്ളൂ. എല്ലാ കുട്ടികളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോ എന്ന് വെച്ച് എല്ലാ വേണ്ടുന്ന കാര്യങ്ങൾക്ക് നോ പറയുക എന്നുള്ളതല്ല കേട്ടോ. അങ്ങനെ എന്ത് പറഞ്ഞല്ലോ മാഡം പറഞ്ഞു, മാഡം വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ നോ പറയാൻ പറഞ്ഞു എന്ന്. ഞാനിനി എല്ലാം നോ പറയാം, അങ്ങനെയില്ല. നമുക്ക് നോ പറയേണ്ട ചില സിറ്റുവേഷനിൽ നമ്മൾ സഹിക്കപ്പെടുന്ന, നമ്മൾ നേരത്തെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെ സഹിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ നോ പറയാതെ സഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മളുടെ വ്യക്തിത്വത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നോ പറയുക. അല്ലാതെ നമ്മുടെ വ്യക്തിത്വ ഡെവലപ്മെൻറ്റിന്, അതായത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളെ ആര് ടീച്ച് ചെയ്യുന്നു അതിനെ എടുക്കുക, അഡാപ്റ്റ് ചെയ്യുക, അതിലേക്ക് ഇൻടേക്ക് ചെയ്യുക. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ഇൻഡെപ്ത് ചെന്ന ശേഷം അതിനെ മനസ്സിലാക്കുക ഇത് ആർക്ക് വേണ്ടിയാണ്. ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ, ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്കും മടിയാണെങ്കിൽ ആ കുട്ടിയോട് പറയുക, സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ ചെയ്ത സംഭവങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാം, ചന്ദ്രനിൽ പോകുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അങ്ങനെയുള്ള കുറേ രസകരമായ രീതിയിൽ അവരെ അതിലേക്ക് കൊണ്ടുവരാം. മാത്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഒരിക്കൽ നീ വലിയ കോടീശ്വരനാവുന്ന സമയത്ത് പൈസ ഒക്കെ കൈകാര്യം ചെയ്യണ്ടേ, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാത്സ് ഒക്കെ പഠിക്കണ്ടേ, ഇല്ലെങ്കിൽ എന്താ ബിസിനസ്സുകാരനാകുമ്പോൾ. അപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു സ്റ്റോറി വന്നു. യെസ്, അപ്പോൾ അത് മാനിഫെസ്റ്റേഷനെ കണക്ട് ചെയ്യും. എനിക്ക് മാത്സ് പഠിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള. അതുപോലെ തന്നെ മലയാള ഭാഷ പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സുന്ദരമായിട്ട് സാഹിത്യം കൈകാര്യം ചെയ്യാൻ പറ്റും. വളരെ സുന്ദരമായിട്ട് ഗവൺമെൻറ് ജോലിക്കൊക്കെ ഇപ്പം വളരെയധികം മാൻഡറ്ററി ആയിട്ട് വന്നിട്ടുണ്ട് മലയാള ഭാഷ. ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ട്, വേൾഡ് ലാംഗ്വേജ് ആണ്, യു ക്യാൻ സ്പീക്ക് ഈസിലി എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ലാംഗ്വേജിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓരോന്നിനെയും, സബ്ജക്റ്റുകളെ അങ്ങനെയും ലാംഗ്വേജസിനെ അങ്ങനെയും ഒക്കെ എവിടെ പോയാലും, ഏതൊരു നാട്ടിൽ പോയാലും നിനക്ക് ഹിന്ദി പഠിച്ചാലും തമിഴ് പഠിച്ചാലും ഇംഗ്ലീഷ് പഠിച്ചാലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കുട്ടിയുടെ ഉള്ളിലേക്ക് ഇൻട്രസ്റ്റ് വളരുകയാണ്. അതൊരു സ്റ്റോറി പോലെ ഇന്ന് കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയിൽ സ്റ്റഡീസ് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ വിദേശ രാജ്യങ്ങളിലായിരുന്നു അങ്ങനെ. ഒരു ഏരിയ കഴിയുമ്പോൾ, ഒരു 10th എല്ലാം കഴിയുമ്പോൾ, 12th എല്ലാം കഴിയുമ്പോൾ എന്താണ് ഈ കുട്ടിയുടെ വാസന, ലൈഫ് പർപ്പസും സോൾ പർപ്പസും ഉണ്ട്. എന്താണ് ലൈഫ് പർപ്പസ് എന്ന് മനസ്സിലാക്കുക. അതിലേക്ക് കുട്ടിയുടെ എന്തിലാണ് ഈ കുട്ടിക്ക് നല്ല എക്സൽ ചെയ്യാൻ പറ്റുക, എന്താണ് കാലിബർ ഉള്ളത്. അത് ഓഫ് കോഴ്സ് ഒരു 10th ആകുമ്പോഴേക്കൊക്കെ നമുക്ക് മനസ്സിലാവും കുട്ടിയുടെ എൻജിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ വാഗ്വാദത്തിൽ ബെസ്റ്റ് ആണെങ്കിൽ അഡ്വക്കേറ്റ് ആക്കാൻ നല്ലതായിരിക്കും. മെൻ്റൽ ഹെൽത്തോ മെഡിക്കലോ എന്താണോ ആ കുട്ടിക്ക് കൂടുതൽ പ്രാവർത്തികമാക്കാൻ പറ്റുക അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. MBBS എടുക്കണം, ഓക്കെ. അല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭാരം കൊണ്ടുവന്ന് ആ കുട്ടിയുടെ തലയിൽ വെച്ചിട്ട് അത് പഠിക്കുന്നില്ല, മടിയാണ് എന്ന് പറയരുത്. കുട്ടിക്ക് 10th ക്ലാസ് വരെയും ഉള്ളതിൽ കുട്ടിയെ വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ്, ഒരു പഴയകാല ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന പോലെ അവരെ ജീവിതത്തിൽ പഠിത്തത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കൊണ്ടുവരിക. അതിനുശേഷം അവരെ ഒരു 10ലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും 12ലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റിലേക്ക് അവരെ നയിക്കുക. അതിനുശേഷം കംപ്ലീറ്റ്ലി അവരുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാനായിട്ട്